നമ്മുടെ പി ജയരാജൻ സാറിനെ സാക്ഷാൽ ഡോക്ടർ പി സി ജോർജ് പ്രൊഫസറുടെ സ്ഥാപനത്തിൽ ചേർത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നു. പി ജയരാജൻ സാർ പറഞ്ഞതെല്ലാം വളരെ ശരിയാണെന്നും നരേന്ദ്രമോദിജിയെപ്പോലെ ഒരാളില്ലായിരുന്നെങ്കിൽ കേരളം IS ആയി പോയേനെ എന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് സ്വന്തം നാട്ടിൽ എടുക്കാച്ചരക്കായി മാറിയിരിക്കുന്ന നമ്മുടെ പി സി ജോർജ് സാറാണ്. അദ്ദേഹത്തിൻ്റെ ആഗമനവും ഇദ്ദേഹത്തിനെ ആലിംഗനം ചെയ്തതും വളരെ കൗതുകകരമുള്ളൊരു കാര്യമാണ്. പി സി ജോർജ് ക്ലബ്ബിൽ ഇനി അംഗത്വം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ളത് പി ജയരാജൻ സാറിനാണ്. സാർ ഈ IS പ്രസ്താവന ഇറക്കിയതോടുകൂടി ഓട്ടോമാറ്റിക്കായി അദ്ദേഹത്തിൻ്റെ ക്ലബ്ബിൽ അംഗമായിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ അങ്ങേക്ക് തീരുമാനിക്കാം. ISൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതിൽ വളരെ വേദനപ്പെട്ട് കുണ്ഠിതപ്പെട്ട് മണ്ഡിത കുണ്ഠിതനായി പുസ്തകത്തിൽ രേഖപ്പെടുത്തി അത് അദ്ദേഹവും കുടുംബവും നാട്ടുകാരുമെല്ലാം സഹതാപം തോന്നും വിധം ഞെട്ടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ലേഖനമൊക്കെ എഴുതി വളരെ മനോഹരമായി കയ്യടി നേടിയിരിക്കുന്ന പി ജയരാജൻ സാറിനെ സാക്ഷാൽ നമ്മുടെ പി സി ജോർജ് സാറ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൻറ്റിയോപ്പതി ആൻഡ് മെഡിക്കൽ പതിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളൂ. ആൻറ്റി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരള എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം വർഷങ്ങളായി നടത്തിപ്പോരുന്ന ആളാണ് പി സി ജോർജ് സാറ്. പി സി ജോർജ് സാറിൻ്റെ തൂക്കമനുസരിച്ചും വാക്കനുസരിച്ചും ആൻറ്റി സോഷ്യൽ എലമെൻ്റ് എവിടെയാണോ കൂടുതൽ കത്തി നിൽക്കുന്നത് ആ സ്ഥലങ്ങളിലേക്ക് എത്താനും ആ വേദികൾ കീഴടക്കാനും അവിടുത്തെ വാക്കനുസരിച്ച് അവിടെ സംസാരിക്കാനും വളരെ മിടുക്കനായ ഒരാൾ കൂടിയാണ് ഇതിൻ്റെ അഗ്രഗണ്യനായ നമ്മുടെ പി സി ജോർജ് സാറ്. അദ്ദേഹം നമ്മുടെ SDPIയുടെ സുഡാപ്പിയുടെ വേദിയിൽ പോയി ഫാത്തിഹ ഓതിയതും സലാം പറഞ്ഞതും നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചതും ഒക്കെ നിങ്ങൾ കണ്ടതാണെങ്കിൽ പിന്നെ അദ്ദേഹം തലകുത്തി മറിഞ്ഞ് നേരെ പോയി അല്ലാതെ നിൽക്കുന്നതും ഒരു സ്വന്തം ജാതിയിൽപ്പെട്ട ആൾ തന്നെ ടെലിഫോൺ സംഭാഷണം ചോർത്തപ്പെട്ടതിലൂടെ ആ വലിപ്പത്തിനുള്ളിലുള്ള ദുർഗന്ധം തിരിച്ചറിഞ്ഞ് പൂഞ്ഞാറുകാർ തന്നെ പൂഞ്ഞു പറിച്ച് ദൂരേക്കെറിഞ്ഞ ശേഷം വിശ്രമജീവിതം നയിച്ച് പത്തനംതിട്ടയിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ പാലം പണിഞ്ഞ് നോക്കിയിരുന്നിട്ടും രക്ഷയില്ലാതെ നിരാശനായി കഴിയുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ പി ജയരാജൻ സാറിൻ്റെ പ്രസ്താവന വന്നത്. പി ജയരാജൻ സാറിൻ്റെ പ്രസ്താവന കണ്ടപ്പോൾ തൻ്റെ ക്ലബ്ബിൽ അംഗമാക്കാൻ ഏറ്റവും ഉചിതനായ ആളാണ് പി ജയരാജൻ സാർ എന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ജനം ഓൺലൈനിൽ വളരെ ആകാംക്ഷയോടെയും ആധികാരികതയുടെയും ആവേശത്തോടെയും അഭിനന്ദനത്തോടെയും പി ജയരാജൻ സാറിനെ അദ്ദേഹം ആൻറ്റി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരള മെഡിക്കൽ സയൻസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ പറയുന്നതിൽ വലിയ അർത്ഥമില്ല. പി സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓരോ കാലഘട്ടത്തിലും പറഞ്ഞതെല്ലാം കൂടെ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ തന്നെ തലപൊട്ടിത്തെറിച്ച് പോത്തേ ഉള്ളൂ. കാരണം ഓരോ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കും ലാഭവും അനുസരിച്ച് തിരിച്ചും മറിച്ചും എല്ലാം പറഞ്ഞ് എങ്ങനെ പറഞ്ഞാലും വേണ്ടില്ല നമുക്കും കിട്ടണം എന്നുള്ളതിനപ്പുറത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയാനിറങ്ങിയാൽ തന്നെ ദേ പി സി ജോർജ് വരുന്നേ എന്നും പറഞ്ഞ് അർത്ഥശൂന്യമായ പടക്കം പൊട്ടിക്കലിന് ആ പേരിലാണ് കേരളം അറിയപ്പെടുന്നത്. ഇനി പി ജയരാജൻ സാറിൻ്റെ ഊഴമാണ്. പി ജയരാജൻ സാർ പി എന്ന് ശബ്ദമുണ്ടാക്കി ഈ ക്ലബ്ബിൽ ചേരുന്നോ അതോ ക്ലബ്ബിൽ നിന്ന് വിട്ടുനിൽക്കുന്നോ എന്നുള്ളത് പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. PJ ആർമി അദ്ദേഹത്തിൻ്റെ മറുപടിക്കായി കാത്തിരിക്കുന്നുണ്ടാവും.